ശബരിമല വിഷയത്തിൽ NSS നിലപാടിനെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് NSS പറഞ്ഞത് ശരിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എല്ലാ കാര്യത്തിലും NSS സർക്കാരിനെ എതിർത്തിട്ടില്ലെന്നും ആചാര കാര്യങ്ങളിലാണ് എതിർത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. NSSന്റെ നിലപാട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസ് നിലപാടില്ലായിരുന്നല്ലോ, സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത്. ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാകണം, സ്ത്രീ പ്രവേശനം പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് സ്ത്രീ പ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ളതിനോട് ഉറപ്പ് കൊടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് എതിർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിലെന്താ തെറ്റ്? NSSന്റെ ഈ അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഒരു വിരോധമില്ല. ആ അഭിപ്രായത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യാം. ഇതൊന്നുമില്ലാത്ത നിലപാട് ആണ് കോൺഗ്രസ് സ്വീകരിച്ചു. അത് മിസ്റ്റർ സുകുമാരൻ നായർ പറഞ്ഞത് വളരെ ശരിയാണ്. NSS അങ്ങനെ സർക്കാരിനെ ഇങ്ങനെ നിരന്തരം എതിർത്തതായിട്ട് എനിക്കറിയില്ല. NSS ആശയങ്ങൾ അഭിപ്രായങ്ങൾ എത്രയോ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം NSS നേതൃത്വം ഇന്നത്തെ ഗവൺമെന്റുമായിട്ട് എതിരായിരുന്നു. ഇന്നിപ്പോ ഗവൺമെന്റ് ആ നിലപാട് അല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ NSS നിലപാട് മാറ്റി. അത്രയുള്ളൂ. രഞ്ജിൽ ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ അതിനോട് മുന്നോടിയായി ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ LDFന് ഗുണം ചെയ്യുമെന്നുള്ളതും കൂടി ഇപ്പോൾ ഒരു വ്യക്തമാകുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തൽ എന്തായാലും സാമുദായിക സംഘടനകളുടെ ഒരു ഏകോപനം ഏറെക്കുറെ സാധ്യമായി വരുന്നു LDFന് എന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും അങ്ങനെ തന്നെ വേണം പറയാം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസമായി നടന്നുകൊണ്ടിരുന്ന ഈ ഒരു ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സർക്കാരിന്റെ നിലപാട് മാറ്റം, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് മാറ്റത്തിലാണ് ഇപ്പോൾ NSSന്റെ ഒരു നിലപാടും അതേപോലെ തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് SNDPയുടെ ഒരു നിലപാടൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ശബരിമല സ്ത്രീ പ്രവേശനം അതുപോലെ തന്നെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ ഒരു നിലപാട് മാറ്റിയിരിക്കുന്നു. ആ ഒരു ഇതിലാണ് ഇപ്പോൾ NSS പിന്തുണ അറിയിച്ച് അല്ലെങ്കിൽ NSSന്റെ നിലപാട് മാറ്റി രംഗത്ത് വന്നത്. ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട് മാറ്റത്തിൽ സ്വാഗതാർഹമാണ്, അല്ലെങ്കിൽ സർക്കാരിനോടൊപ്പമാണ് ഇപ്പോൾ തങ്ങൾ എന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ NSS കഴിഞ്ഞ കുറച്ച് മണിക്കൂർ മുമ്പ് തന്നെ ഈ ഒരു കാര്യം വ്യക്തമാക്കിയത്. അതിലാണ് ഇപ്പോൾ SNDP പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഈ ഒരു NSSനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി വിയോജിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ഈ ഒരു നിലപാട് മാറ്റിയതുമായി ബന്ധപ്പെട്ട് NSS അത്തരത്തിൽ ആ ഒരു വിയോജിപ്പ് തങ്ങളുടെ വിയോജിപ്പും NSSും പിൻവലിച്ചിരിക്കുകയാണ്. കാരണം സർക്കാരുമായി മറ്റ് വിഷയങ്ങളിൽ NSSനോ അല്ലെങ്കിൽ SNDPക്കോ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വിയോജിപ്പോ ഇല്ല. ഈ ഒരു ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇത്തരത്തിൽ വിയോജിപ്പ് ഉണ്ടായിരുന്നത്. ആ നിലപാടാണ് ഇപ്പോൾ സർക്കാർ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരുമായി ഇനി മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നിലനിൽക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഇതിൽ കോൺഗ്രസിനെയും BJPയെയും വിമർശിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിന് വ്യക്തമായൊരു നിലപാടില്ല ഈ കാര്യത്തിൽ. കോൺഗ്രസിന് ശബരിമല സ്ത്രീ പ്രവേശനവുമായോ അല്ലെങ്കിൽ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടോ വ്യക്തമായൊരു നിലപാടില്ല എന്നൊരു കാര്യം വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ BJPക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. BJP ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിൽ ആചാരം സംരക്ഷിക്കാനായിട്ട്, ശബരിമലയും ബന്ധപ്പെട്ട ആചാരം സംരക്ഷിക്കാനായിട്ട് എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഈ ഒരു നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവിധ സാമുദായിക സംഘടനകളൊക്കെ തന്നെ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പായാലും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും തന്നെ ഇത് സർക്കാരിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഈ ഒരു ശബരിമലയെ ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഈ ഒരു നിലപാട് മാറ്റം അത് എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അത് സർക്കാരിന് നല്ലൊരു ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. നമുക്കറിയാം ഈ ഒരു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിലുടനീളം നടന്നിരുന്നു. അതിൻ്റെയൊക്കെ പിന്നാലെ വിവിധ സമുദായ സംഘടനകളൊക്കെ തന്നെ സർക്കാരിനെതിരെ വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിൽ NSS എടുത്തു പറയുന്നൊരു കാര്യം, സർക്കാരിന് വേണമെങ്കിൽ സ്ത്രീകളെ കയറ്റാമായിരുന്നു, അത് സർക്കാർ ചെയ്തില്ലല്ലോ. അപ്പോൾ ആ മാറ്റത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് NSS വ്യക്തമാക്കിയത്.
ആ ഒരു അഭിപ്രായത്തെയാണ് ഇപ്പോൾ SNDP പിന്തുണച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് വന്നതിനെ കുറിച്ചൊക്കെ തന്നെ വിവിധ വ്യാഖ്യാനങ്ങളും ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. അതിനെല്ലാമുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയും രംഗത്ത് വന്നിരിക്കുന്നത്. താനും അല്ലെങ്കിൽ SNDPയോ NSSോ സർക്കാരോ തമ്മിൽ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ വിയോജിപ്പ് ഒന്നും തന്നെയില്ല. ആകെയുണ്ടായിരുന്ന ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു. അതിൽ ഇപ്പോൾ തിരുത്തൽ വരുത്തിയിരിക്കുന്നു സർക്കാർ. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സർക്കാരിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒട്ടും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അത് സർക്കാരിന് നല്ലത് ഗുണം മാത്രമായിരിക്കും ഉണ്ടാകുക എന്ന കാര്യത്തിലും ഒട്ടും വ്യക്തത കുറവില്ല. എന്തായാലും ഇപ്പോൾ NSSന്റെയും SNDPയുടെയും ഒരു പിന്തുണ കൂടി സർക്കാരിന് ലഭിച്ചിരിക്കുന്നു. എന്തായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരെയുള്ള വിമർശനവും ഇതിൽ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിനെയും BJPയെയും നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വെള്ളാപ്പള്ളിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. കാളി, ശരി, NSSന്റെ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അതായത് സർക്കാരിനെ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നുള്ള NS നിലപാടിനെ താൻ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. NSS എല്ലാ കാര്യത്തിലും സർക്കാരിനെ എതിർത്തിട്ടില്ല, ആചാര കാര്യങ്ങളിലാണ് എതിർത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.